മുൻ വർഷങ്ങളിലേതിനേക്കാൾ മുൻകൂട്ടി തന്നെ ഹജ്ജ് സുരക്ഷാ നടപടികൾ പൂർത്തിയാക്കുവാനുള്ള നടപടികളാണ് സൗദി അധികൃതർ സ്വീകരിച്ചു വരുന്നത്. എല്ലാ തീർത്ഥാടകർക്കും സുരക്ഷ ഉറപ്പാക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കുവാൻ ആഭ്യന്തര മന്ത്രാലയം ബന്ധപ്പെട്ട വിഭാഗങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിർദ്ദേശങ്ങൾ പാലിക്കാനും ആവശ്യമായ എല്ലാ സുരക്ഷാ നടപടികളും നേരത്തെ തന്നെ സ്വീകരിക്കുവാനും പൊതുഗതാഗത അതോറിറ്റിയും സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സുരക്ഷയുടെ ഭാഗമായി വ്യോമ, കര, കടൽ തുറമുഖങ്ങളുടെ നിയന്ത്രണം പ്രതിരോധ മന്ത്രാലയം ഏറ്റെടുക്കുകയും ഹജ്ജ് സീസണിൽ സ്ഫോടക വസ്തുക്കളുടെ ഇറക്കുമതി, കയറ്റുമതി എന്നിവ നിർത്തലാക്കുകയും ചെയ്യും. സുരക്ഷയെ തടസ്സപ്പെടുത്തുന്ന സംഭവങ്ങൾ തടയാൻ സുരക്ഷാ നടപടികൾ സ്വീകരിക്കുവാൻ തുടങ്ങിയതായി സ്വകാര്യ മേഖലയിലെ ഗതാഗത സേവകരെ അറിയിച്ചിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ മക്ക, മദീന മേഖലകളിൽ സ്ഫോടക വസ്തുക്കൾ കൊണ്ടുപോകുന്നതും ഉപയോഗിക്കുന്നതും നിർത്തലാക്കും. തുടർന്ന് രാജ്യത്തെ മറ്റ് പ്രദേശങ്ങളിലും നടപ്പിലാക്കും. മക്ക, മദീന പുണ്യസ്ഥലങ്ങളിലെ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചുള്ള പദ്ധതികൾ പരിശോധിച്ച് സൈറ്റുകളുടെ സുരക്ഷ ഉറപ്പുവരുത്തും. ഹജ്ജ് തീർത്ഥാടകർ സൗദിയിലെത്തുന്നതിന് മുമ്പേ രാജ്യത്തെ വായു, കര, കടൽ തുറമുഖങ്ങളിൽ നിരീക്ഷണം ശക്തമാക്കും. സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തുന്നതിൽ വിദഗ്ധരായ ഉദ്യോഗസ്ഥർക്കൊപ്പം സക്കാത്ത്, ടാക്സ്, കസ്റ്റംസ് അതോറിറ്റി എന്നിവ നിരീക്ഷണം നടത്തും. പരിശോധന ശക്തമാക്കുകയും കൊണ്ടുവരുന്ന നിരോധിത വസ്തുക്കൾ കണ്ടുകെട്ടുകയും ചെയ്യുമെന്നും ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ജാഫർ അലി, പാലക്കോട്, മാതൃഭൂമി ന്യൂസ്, ജിദ്ദ.